നിലമ്പൂരിൽ പ്രചരണം ചൂടുപിടിക്കുമ്പോൾ ആവേശപ്പോരുമായി മുന്നണികൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതോടെ മത്സര ചിത്രം പൂർണ്ണമായി വ്യക്തമായിട്ടുണ്ട്. അൻവർ അടക്കം 10 സ്ഥാനാർത്ഥികളാണ് പോരാട്ടത്തിനുള്ളത്. ആർക്കും അപരന്മാരില്ല. കൂടുതൽ വിവരങ്ങളുമായി എസ് രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, നിലമ്പൂർ ഇപ്പോൾ കനത്ത പ്രചരണ ചൂടിലാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. ആദ്യം വോട്ടർമാരിലേക്ക് എത്താനുള്ള ഒരു തിരക്കും അവിടെയുണ്ട്. എങ്ങനെയാണ് പ്രചരണങ്ങൾ പുരോഗമിക്കുന്നത്? തെരഞ്ഞെടുപ്പതിന്റെ അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ ആവേശപ്പോരാണ് നിലമ്പൂരിൽ നിറയുന്നത്. ഇന്നലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയായിരുന്നു. അപ്പോൾ മണ്ഡല ചിത്രം കൂടുതൽ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. 10 സ്ഥാനാർത്ഥികളാണ് പോരാട്ടത്തിൽ ഉള്ളത്. 3 മുന്നണികളുടെയും NDAയുടെയും UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികൾക്ക് പുറമെ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വവുമുണ്ട്. അതുകൂടാതെ 6 സ്ഥാനാർത്ഥികൾ കൂടി മത്സരരംഗത്ത് ഉണ്ട്. എന്തായാലും ഇതാണ് നിലമ്പൂരിന്റെ ഇപ്പോഴുള്ള മത്സര ചിത്രം. അതോടൊപ്പം തന്നെ എല്ലാ വിഷയങ്ങളും തന്നെ വിവാദമാകുന്ന ഒരു അവസ്ഥ കൂടി തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെയായി ആകെ കളന്നിറയുകയാണ് മുന്നണികൾ. അതിലേറ്റവും പ്രധാനമായും പല ആരോപണങ്ങളും വന്നിരുന്നു. ഒന്ന്, ഈ പറയുന്നത് പോലെ പെൻഷനുമായി ബന്ധപ്പെട്ട വിവാദം, അതിൽ ആരോപണവും പ്രത്യാരോപണവും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നു. അങ്ങനെ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ തവണ വോട്ട് നേടിയത് വർഗീയവാദികളുടെ വോട്ടാണെന്ന A വിജയരാഘവന്റെ പ്രസ്താവനയടക്കം UDFും ഉയർത്തി. LDFും തിരിഞ്ഞ് മറ്റ് വിഷയങ്ങൾ ഉയർത്തുകയാണ്. സ്ഥാനാർത്ഥി M സ്വരാജിന്റെ വാഹനം വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയമടക്കം വന്നു. എന്തിന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ ഉണ്ടായിട്ടുള്ള ആ സംഭവം അതുവരെ മണ്ഡലത്തിൽ ചർച്ചയാണ് ഇപ്പോൾ. കാരണം LDF പറയുന്നത് VD സതീശൻ അത് കണ്ടുപഠിക്കട്ടെ. VD സതീശൻ മുൻപ് RSS നേതാക്കളുടെ ചിത്രത്തിന് മുൻപിൽ വിളക്ക് കൊളുത്തിയതാണ്. എന്നാൽ ഇവിടെ ഇടതുപക്ഷ മന്ത്രി അത് ബഹിഷ്കരിച്ചിരിക്കുന്നു, അത് കണ്ടുപഠിക്കട്ടെ എന്നതടക്കം A റഹീം ഉൾപ്പെടെയുള്ളവരും മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മണ്ഡലത്തിൽ പല വിഷയങ്ങളും ഉയർന്നു വന്നിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് അൻവറിന്റെ നീക്കങ്ങളും. അൻവർ ഇനി എന്തായാലും മത്സരരംഗത്താണ്. അൻവറിന്റെ തുടർ നീക്കങ്ങൾ എന്ത് എന്നതും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ പ്രചാരണ രംഗത്ത് മുന്നണികൾ മുന്നേറുമ്പോഴും അൻവറിന്റെ നീക്കങ്ങൾ എന്ത് എന്ന് മുന്നണികൾ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. ഏറിയും കുറഞ്ഞും അൻവർ പിടിക്കുന്ന വോട്ടുകൾ എങ്ങനെയെന്നത് സംബന്ധിച്ചുള്ള ആശങ്കയുമുണ്ട്. അൻവർ എഫക്റ്റ് ആകില്ല എന്ന് മുന്നണികൾ പറയുമ്പോഴുമാണ് ഇത് എന്നത് ഓർക്കേണ്ടതാണ്. എന്തായാലും അൻവറിനെ പല പോക്കറ്റുകളിൽ ബന്ധമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുകയാണ്.